നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഞാൻ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവർക്ക് നിങ്ങളുമായിട്ട് എന്താണ് അവരുടെ ഉദ്ദേശം, അവർക്ക് എന്താ വേണ്ടത് നിങ്ങളുമായിട്ട്, അവരുടെ മനസ്സിലെന്താണ്, നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ജനറൽ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, പൈൽ വെക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റീഡിങ് ചെയ്യാം. 25-ാം തീയതി കഴിയട്ടെ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ചെറിയ ചെറിയ റീഡിങ്സ് ആയിട്ട് ഓക്കെ, ഞാൻ ഇന്ന് നമുക്ക് പേഴ്സണിൻ്റെ അവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആൻഡ് അവരുടെ ഇൻറ്റൻഷൻ, അവരെ നിങ്ങളുമായിട്ട് എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് എന്ന രീതിയിലൊന്ന് എടുക്കാം. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മളപ്പോൾ ഫീലിങ്സ് തന്നെയാണ് എടുക്കുക. ഓക്കെ, 9 ഓഫ് കോയിൻസ് ആണ്. ഓക്കെ, ഗുഡ്. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്, Emperor. 3 of swords. Okay. Okay, I think okay. ഇവിടെ നിങ്ങളെ പേഴ്സണിനെ കുറിച്ച് ഒരു സീക്രട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് റിവീലായിട്ട് വന്നിട്ടുണ്ട് ഒരു സീക്രട്ട് പേഴ്സൻ്റെ, അല്ലെങ്കിൽ ഈ റീഡിങ് ചിലപ്പോൾ നിങ്ങൾക്ക് സീക്രട്ട് കാണിച്ച് തരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമാണെന്നാണ് പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയും എന്ന് പറയാം. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അറിഞ്ഞ് കാണാം. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ എവിടെയോ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജിയാണ്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ഇവിടെ 9 ഓഫ് കോയിൻസ്, നൈറ്റ് ഓഫ് സോഡ്സ് ഒക്കെയാണ്. സോ പേഴ്സൺ എവിടെയോ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചറൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ 9 ഓഫ് കോയിൻസ് പറയുമ്പോൾ നമ്മൾ രണ്ട് പേര് ഒന്നിച്ച് ചേർന്ന ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ എടുക്കും. ഓക്കെ, അതായത് രണ്ട് വ്യക്തികൾ അവരുടെ ഫൈനാൻസസ് ഒന്നിച്ചാവുക എന്ന രീതിക്കൊക്കെയാണ് ഇതിനെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊരു മാരേജ് എന്ന ലെവലിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്നിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവർ. ഓക്കെ, ബട്ട് ഇവിടെ അവർ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്തിടയ്ക്ക് അടുക്കും, പിന്നെയും വിട്ടുപോകും, ആ രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, കാരണം ഇവിടെ കപ്പിൾ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും ലൈക്ക് നിങ്ങൾ കാണുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ആ രീതിക്ക് രണ്ട് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങളും ചിലപ്പോൾ മാരീഡ് ആയിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളും മാരീഡ് ആവാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം, രണ്ടും ഉണ്ട് ഇവിടെ. യെസ്, അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. 3 ഓഫ് സോഡ്സും ഉണ്ട്, 7 ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, എവിടെയോ ആൻഡ് ഇവിടെ ഈവൻ ലവേഴ്സ് കാർഡ് ഉണ്ട്. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ട്. സോ ഇത് തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. അവരുടെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫർമേഷനാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം അകൽച്ച വെച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് ശരിക്കും നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ റീയൂണിയൻ വേണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. റീയൂണിയൻ വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരൊരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ 8 ഓഫ് കപ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയിട്ടും ഉണ്ടാവാം. ഓക്കെ, ഇത് മൂന്നും കൂടി നോക്കുമ്പോൾ യെസ്, ആക്ച്വലി നിങ്ങളുടെ അടുത്ത് മാറിപ്പോകാനുള്ള ചാൻസ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ കിങ് ഓഫ് കപ്സ് എനർജി സാധാരണ യെസ് നിങ്ങളെ ഇഷ്ടം ആണ്, സ്നേഹമാണ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. ബട്ട് ഇവിടെ ഈ ലവേഴ്സ് എനർജിയും തേർഡ് പാർട്ടി എനർജിയും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഓക്കെ, എവിടെയോ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്, ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ സത്യം ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതെല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം ചിലവർക്ക്, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി എന്ന രീതിക്കും ആവാം. ഓക്കെ, രണ്ട് തരത്തിലും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുക്കട്ടെ.
ഇതിപ്പോൾ നമ്മൾ സിറ്റുവേഷനെ കുറിച്ചാണ് ഇപ്പോൾ എടുത്തത്. 10 of Cups, നിങ്ങളോടുള്ള ഫീലിങ്സ്, വുമൺ, 10 of Coins, 10 of Cups, wow, good, 5 of Cups, strength, Queen of Swords, third party ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, 7 of Wands, King of Swords. ഓക്കെ, അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് തന്നെ പറയാം. 6 of Cups, ഓക്കെ, ഗുഡ്. നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിട്ട് തന്നെ എടുക്കാം നമുക്കത് കിങ് ഓഫ് കപ്സിനെ. കാരണം ഇവിടെ കിങ് ഓഫ് സോർട്സ് എനർജി വേറെയും വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർട്സ് വേറെയും വന്നിട്ടുണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ ഒന്നുമില്ലെങ്കിൽ മാരീഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ട്. അതിപ്പോൾ ഫാമിലി എന്നും ആവാം ചിലവർക്ക്, പാരൻസ് എന്ന രീതിക്കും കുറച്ച് പേർക്ക് എടുക്കാം. പക്ഷെ ഇവിടെ ലവേഴ്സ് എനർജി ഓൾറെഡി വന്നതുകൊണ്ട് കൂടുതലും നമുക്കൊരു തേർഡ് പാർട്ടി ഇൻഡിക്കേഷൻ ആണ്, വേറൊരു വ്യക്തി എന്ന രീതിയിലാണ് ഇവിടെ കിട്ടുന്നത്. എനിക്ക് റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ. പക്ഷേ ആ പേഴ്സണുമായിട്ട് നല്ലൊരു ഇതിലല്ല ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് സോർട്സ് കിങ് ഓഫ് സോർട്സ് ആണ്. അവർ തമ്മിൽ ഒന്നിച്ച് ഒരു ഐ തിങ്ക് കപ്പിളായിരിക്കും. ഓൾറെഡി മാരീഡ് എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ കപ്പിളായിരിക്കും. പക്ഷെ അവിടെ വലിയ രമ്യതയിലൊന്നും അല്ല പോകുന്നത്. ഓക്കെ, ബട്ട് അതൊരു അങ്ങനെ ഒരു കപ്പിളാണ് അവർ എന്ന് പറയാം. ബട്ട് ഓക്കെ, സ്നേഹം നിങ്ങളോടുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ യെസ്, ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഇൻഫാക്ട് ആക്ച്വലി നിങ്ങളുടെ അടുത്താണ് അവർക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 10 of Cups, 10 of Coins എല്ലാം ഉണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്കാണ് ഫീലിങ്സ് എല്ലാം തോന്നുന്നത്. പക്ഷെ അവർ സ്റ്റക്കാണ്. ഓക്കെ, അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. ഇതെവിടെയോ ഒരു സെൽഫ് സാക്രിഫൈസ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫ്, അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിനൊക്കെ വേണ്ടി അവർ സെൽഫ് സാക്രിഫൈസ് ചെയ്യുകയാണ് എന്നും പറയാം. ഓക്കെ, അവർ അതായത് അവനവനെ സാക്രിഫൈസ്, അവനവൻ്റെ ഇഷ്ടങ്ങൾ അവർ മാറ്റി വെക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, അവർ സ്ട്രെങ്ത് വെച്ചിട്ടാണ് മാറി നിൽക്കുന്നത്. ഓക്കെ, അതായത് വേണം വെച്ച് അവർ മാറി നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന്. ബിക്കോസ് അവർ സ്റ്റക്കാണ്, അവർക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ അവരുടെ അവസ്ഥ അങ്ങനെയാണ്. എന്നിട്ട് അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലല്ല. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യാൻ, നിങ്ങളെ അവർ നഷ്ടപ്പെടുന്ന എന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട് അവർക്ക്. 5 of Cups ആണ്. സോ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളത് അവർക്ക് വിഷമവും ഉണ്ട്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ആൻസർ സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ നിങ്ങളെയും ലൈഫിൽ വെക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയും ഉണ്ട്. അവർ ചൂസ് ചെയ്യുന്നതായിട്ടല്ല കാണുന്നത്. അവരിപ്പോൾ അവർ എവിടെ സ്റ്റക്കാണോ അതിൽ തന്നെ അങ്ങനെ പെട്ട് നിൽക്കാനാണ് അവർ പെട്ട് നിൽക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ അവർ ശ്രമിക്കുന്നില്ല. ഓക്കെ, അവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് ജെനുവിൻ ആണ്. കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയും എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരും, ഇടയ്ക്ക് വരും, കുറച്ച് ദിവസം നല്ല രീതിയിൽ പോകും, പിന്നെ വീണ്ടും ബാക്ക് അവർ മാറി നിൽക്കും. ആ രീതിക്ക് പോവാണ് ഇവിടെ. ഓക്കെ, ലെറ്റ്സ് സീ. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ പേഴ്സണിനെ? ഓക്കെ, അഗെയിൻ സണ്ണാണ് വന്നത്. ഓക്കെ, 6 of Wands സക്സസിൻ്റെ കാർഡാണ്. ഒന്നുകൂടി എടുത്തേക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കോയിൻസ്. ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാം ഇവിടെ. യെസ്, 9 of Cups, ക്വീൻ ഓഫ് Wands. യെസ് ഉണ്ട്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഫീലിങ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അതായത് അവർ വേണം വെച്ച് നിങ്ങളെ വേദനിപ്പിക്കില്ല, അത് മാത്രം ഞാൻ പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ വിധി എന്ന് പറയുന്ന സംഭവം, ഈ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിധി അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാം എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, അപ്പോൾ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇപ്പം ഉണ്ട്. ഓക്കെ, നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവർ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ കാര്യം, തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയെ സമാധാനിപ്പിച്ചിരുത്തിയിട്ടുണ്ട്, നിങ്ങളെയും സമാധാനിപ്പിച്ച് ഒരു ഭാഗത്ത് നിർത്തുന്നുണ്ട്. പക്ഷെ അത് എത്ര കാലം അങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് വേണ്ടാന്നല്ല, അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്നുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് അറിയാം എന്നിട്ട് അവിടെ അവർ സന്തോഷമൊക്കെ നിങ്ങളാണ് എന്നൊക്കെ അവർക്കറിയാം. ഓക്കെ, സന്തോഷം, ഹാപ്പിനെസ്. അഗെയിൻ യെല്ലോ ഇതാ നോക്കിക്കോളൂ, യെല്ലോ ആണ്. സൺ കാർഡും നമുക്ക് നിങ്ങൾ തമ്മിൽ യെസ് അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എവിടെയോ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ജയിച്ചു എന്നുള്ളൊരു തോന്നലാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഒരു അത്രയും സന്തോഷം, നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ നേടി എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോട്. ക്വീൻ ഓഫ് കോയിൻസ് ആണ്. അപ്പം നിങ്ങളെ കാണുന്നത് വളരെ അബൻഡൻറ്റ് പേഴ്സൺ ആയിട്ടാണ്. നിങ്ങളെ കാണുന്നത് അവർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അതെല്ലാം ഉണ്ട്. നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. 9 of Cups ആണ്. വിഷ് ഉണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു ലൈഫ്, എല്ലാം ഉണ്ട്. കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് ട്രസ്റ്റ് ചെയ്യാനും പറ്റും. ട്രസ്റ്റ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് അവരുടെ ഫീലിങ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് വെക്കാം. അവർക്ക് നിങ്ങളോട് യെസ് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഓക്കെ, ബട്ട് സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് ഇനിയിപ്പോൾ സംഭവങ്ങൾ എന്താവും എന്നുള്ളത്, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ ഇല്ലേ, അവർ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡൗട്ട് ഇവിടെ.
ഓക്കെ, അത് മാത്രം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് അവർ സ്റ്റക്കായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അവരെ ലൈഫ് അവർ എവിടെയാണോ ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ അവർ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, ഞാൻ കുറച്ച് ഒറക്കിൾ കാർഡ്സ് കൂടി എടുത്തേക്കാം. പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാം. ഫീലിങ്സ് യെസ് അവർക്ക് നിങ്ങളോടുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യൊന്നും വേണ്ട. ആഗ്രഹങ്ങളുണ്ട് അവർക്ക്, എല്ലാം ശരി തന്നെയാണ്. ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നൊക്കെ. ഓക്കെ, ലെറ്റ്സ് സീ. സോൾമേറ്റിന്റെ കാർഡ് ചാടി വന്നു. വെച്ചളയാലേ പെട്ടെന്നത്. അതും ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ നോക്കുമ്പോൾ യെസ്. റിസോൾവിങ് ഇഷ്യൂസ്, മാനിഫെസ്റ്റേഷൻ, ലവേഴ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പറയാം നമുക്ക്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, വാവ്, എക്സ്പാൻഷൻ, ഗുഡ്, ആക്സെപ്റ്റൻസ് ആൻഡ് പാഷൻ. ഓ മൈ ഗോഡ്, യെസ്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും പേഴ്സണെ. ഓക്കെ, അവരെ ട്രസ്റ്റ് ചെയ്യാം. അവർ നിങ്ങൾക്ക് പറ്റുന്നത്രയും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അതിപ്പോൾ എന്ത് തന്നെ വേറെ തേർഡ് പാർട്ടി അങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എവിടെയോ അവരുടെ ലൈഫിൽ നിങ്ങളെ അവർക്ക് വേണം. ഓക്കെ, അവരെ നഷ്ടപ്പെടുത്തി കളയില്ല ഒരിക്കലും. ഓക്കെ, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫെയിൽ. ഫോളോ വാട്ട് മേക്സ് യുവർ ഹാർട്ട് ഹാപ്പി. ഓക്കെ, ഇപ്പോൾ പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഈ റിലേഷൻഷിപ്പിനെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈവൻ ലവേഴ്സ് കണക്ഷനും ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ യെസ് പാഷനേറ്റ് കണക്ഷൻ, ഷെയർഡ് വിഷൻ ആൻഡ് വാല്യൂസ്. ഇത് നിങ്ങൾ തമ്മിൽ പക്ഷെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ബട്ട് സോൾമേറ്റ്സ് ആണ് നിങ്ങൾ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഐ തിങ്ക് മാനിഫെസ്റ്റേഷൻ്റെ ഇന്നലത്തെ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അതായത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളോടുള്ള ഫീലിങ്സ് അറ്റ്ലീസ്റ്റ് ജെനുവിൻ ആയിട്ടിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് ആയി പോവാതിരിക്കുക, അതും വേണം. ഓക്കെ, അത് ഓർത്ത് വെക്കണം. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മനസ്സിൽ വെച്ച് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് നടക്കും. ഓക്കെ, നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവ് തന്നെ നടക്കും, അത് ഓർമ്മ വയ്ക്കണേ. ഓക്കെ, ആൻഡ് ഇവിടെ എക്സ്പാൻഷൻ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ട്. ഇത് ആക്സെപ്റ്റ് പാസ്റ്റ് ആൻഡ് കറന്റ് സിറ്റുവേഷൻസ്, വർക്ക് ത്രൂ ഇഷ്യൂസ് ഗ്രേസ്ഫുള്ളി. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാനാണ് പറയുന്നത്, ഒരു സൊല്യൂഷൻ എത്താനാണ് പറയുന്നത്. ആൻഡ് ഇവിടെ എക്സ്പാൻഷൻ എന്ന് കാണുന്നത് പെർസ്യൂ ബിഗർ ആൻഡ് ഗ്രേറ്റർ എൻഡീവേഴ്സ്. ഇത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി മുന്നോട്ട് പോവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകും. ആൻഡ് ഇവിടെ യെസ്, നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ വളരെയധികം നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനുണ്ട്. നിങ്ങൾ തമ്മിൽ ആ ഡീപ്പ് കണക്ഷൻ ഉണ്ട്, അത് വിട്ടു പോകുന്നില്ല. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓർക്കണം സിറ്റുവേഷൻസ് എന്താണ്, സാഹചര്യം എന്താണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും വേണം, അതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ ആക്സെപ്റ്റൻസ് ആണ് വേണ്ടത് മെയിനായിട്ട്. എന്താണ് സിറ്റുവേഷൻ, റിയാലിറ്റി എന്താണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാവും. ഓക്കെ, സോ ഇവിടെ ട്രസ്റ്റ് ചെയ്യാമെന്ന് കാണുന്നുണ്ട്, യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണെന്ന്. സോ യെസ്, ക്ലെയിം ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.